അപ്പോൾ നമ്മുടെ SCRT ഇറക്കിയ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, ഏത് ക്വസ്റ്റ്യൻസ് ആണ്, കാര്യങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയും കാര്യങ്ങളും വേണ്ട. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഈസ് നോട്ട് എ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 7, 13 എക്സെട്ര. മക്കളെ നിങ്ങൾക്ക് എന്ത് കണ്ടിട്ട് മനസ്സിലാവുന്നത്, 6ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 ആഡ് ചെയ്ത സീക്വൻസ് അല്ലേ മക്കളെ നോക്കുന്നത്. ആദ്യത്തെ 1, ഓക്കെ, 0 + 1 പറഞ്ഞ 1. അടുത്തത് 6 × 1 6, 6 + 1 പറഞ്ഞ 7 വരും. അടുത്ത 6 × 2 എത്ര വരും മക്കളെ, 6 × 2 12, 12 + 1 പറഞ്ഞ 13. അടുത്ത എത്ര ആക്കട്ടെ മക്കളെ ഇതിൽ വരിക, 7, 13. അടുത്ത ഏതാക്കട്ടെ മക്കളെ വരിക, നമുക്കറിയാം 7, 13, 6 അല്ലേ കോമൺ ഡിഫറൻസ്, അപ്പോൾ 19 വരും. അതായത് 18ന്റെ കൂടെ 1 ആഡ് ചെയ്തല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ഈ സീക്വൻസിന്റെ ഏത് ടേം എടുത്താലും ഏത് പദം എടുത്താലും 6ന്റെ കൂടെ 6ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 ആഡ് ചെയ്താലല്ലേ. അങ്ങനെ മക്കളെ ഇവിടെ നോക്കാം നമുക്ക്, 61 പറഞ്ഞാൽ 60 + 1 അല്ലേ, 60 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 6ന്റെ ഗുണിതല്ലേ. അടുത്ത മക്കൾ ഇവിടെ നോക്കും, 121, 120 6ന്റെ ഗുണിതല്ലേ, നമുക്കറിയാം 120 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 120 + 1 അല്ലേ, അതും ടേമാണ്. അടുത്ത 91 നമുക്കറിയാം 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്താണ്, 90 + 1 91. അടുത്ത മക്കളെ 81, 80 6ന്റെ മൾട്ടിപ്പിൾ ആണോ, 80 + 1 80 6ന്റെ ഗുണിതാണോ, അല്ല. അപ്പോൾ ഇതിൽ ടേം അല്ലാത്തത് മക്കളെ 81 ആണ്. അപ്പോൾ ഈ സീക്വൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കണം, ഓരോ സീക്വൻസ് ഒരേപോലെയൊക്കെ. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കണം എന്താണ്, 6ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഏതാ അല്ലാത്ത ചോദിച്ചാൽ ഇതിൽ ഏതാണോ 6ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 ആഡ് ചെയ്യാത്ത നോക്കിയാൽ മതി. അല്ല നമുക്ക് ചെയ്ത് തെറ്റില്ല കേട്ടോ മക്കളെ, ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു തെറ്റില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം, പക്ഷേ നിങ്ങൾ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ 6ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 ആഡ് ചെയ്താണ്. 61 ഇതിന്റെ ടേമാണ്, 91 ഇതിന്റെ ടേമാണ്, 121 ഈ സീക്വൻസിന്റെ പദമാണ്. എന്താവൂല, ബി ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി 81 ആവൂല. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തുമ്പോൾ ജസ്റ്റ് എന്താ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും വേണ്ട, ഓപ്ഷൻ ബി എന്ന് എഴുതുക. എന്നിട്ട് എത്രയാണോ 81 ആണെങ്കിൽ 81 ഇത് എഴുതി വെച്ചാൽ മതി മക്കളെ. നമുക്ക് ഇതിന് സ്റ്റെപ്പും കാര്യങ്ങളും എഴുതേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ ബി 81 എഴുതി വെച്ചാൽ മതി. അടുത്ത മക്കളെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പ്രസ്താവന തന്നിട്ട് അതിന് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഏതാ കറക്റ്റ് എന്ന് ചോദിക്കും. നമുക്ക് ഫസ്റ്റ് എന്താ മക്കളെ, റീഡ് 2 സ്റ്റേറ്റ്മെന്റ്സ് ബിലോ. താഴെ തന്നിരിക്കുന്ന 2 പ്രസ്താവന വായിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ മക്കളെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഈ 5th ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8, ദെൻ സം ഓഫ് 3rd and 7th 16. അതായത് മക്കളെ നമ്മളോട് പറയുന്നത് ശ്രദ്ധിച്ചോട്ടോ, 5ാം പദം നമുക്ക് എത്ര തന്നിക്കണു, 8 എന്ന് തന്നിട്ടുണ്ട്. 5ാം പദം 8 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പറയുന്നത് 3ാം പദവും 7ാം പദവും കൂട്ടിയാൽ 16 കിട്ടും എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റാണോ മക്കളെ? 5ാം പദം 8 ആണെങ്കിൽ 3ാം പദം 7ാം പദം കൂട്ടിയാൽ 16 കിട്ടുമോ? നമുക്കറിയാം മക്കളെ, ഒരു ടേം തന്നിട്ട് അതിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസ് തുല്യ അകലത്തിലുള്ള പദങ്ങൾ തമ്മിൽ കൂട്ടാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി, ആ പദത്തിൻ്റെ ഇരട്ടി എടുത്താൽ മതി, ഡബിൾ എടുത്താൽ മതി. അങ്ങനെയാണ് 8ന്റെ ഡബിൾ തന്നെയല്ലേ 16 മക്കളെ. അങ്ങനെയാണ് ഇത് കറക്റ്റ് അല്ലേ. 5ന്റെ 2 ഡിസ്റ്റൻസ് ബാക്കും 2 ഡിസ്റ്റൻസ് ഫ്രണ്ടിക്കും ഉള്ളതാണ് 3ാമത്തെ പദം 7ാമത്തെ പദം. ഓക്കെ, തുല്യ അകലത്തിലല്ലേ 2 പദങ്ങളും, 3rd ടേമും 7th ടേമും. അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്താവന എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ട്രൂ ആണ്. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ എന്താ പറഞ്ഞത് മക്കളെ, ദ സം ഓഫ് 2 numbers got by adding and subtracting the same number from a number is twice this number. അതായത് മക്കളെ ഇപ്പം ഞാൻ എഴുതാണ് ഒരു 3ാമത്തെ ടേം, 4ാമത്തെ ടേം, 5ാമത്തെ ടേം, 6ാമത്തെ ടേം, 7ാമത്തെ ടേം ഉണ്ട്. നമ്മളോട് പറയുന്ന മക്കളെ ഒരു നമ്പറിന്ന്, ഇപ്പം ഞാൻ 5ാമത്തെ നമ്പർ എടുക്കുകയാണെങ്കിൽ ഒരു നമ്പറിന്ന് ഫ്രം എ നമ്പർ സെയിം ഡിസ്റ്റൻസ് എന്നല്ല സെയിം നമ്പർ ആഡ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യും ചെയ്യണം. അതായത് മക്കളെ ഇതിന്ന് 3ാമത്തെ ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ, 2 കോമൺ ഡിഫറൻസ് കൊടുക്കണ്ടേ, -2d എന്നല്ലേ. 5ാം പദത്തിൽ നിന്ന് 3ാം പദം കിട്ടണമെങ്കിൽ അങ്ങോട്ട് കിട്ടണമെങ്കിലോ മക്കളെ 7ാം പദം കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക, +2d അല്ലേ. 2 പൊതു വ്യത്യാസം കൂട്ടണ്ടേ, 5ാം പദത്തിൽ നിന്ന് 2ാം പദം കിട്ടണം, 3ാം പദം കിട്ടണമെങ്കിൽ 2 കോമൺ ഡിഫറൻസ് കൊടുക്കണം. 7th ടേം കിട്ടണമെങ്കിൽ 2 കോമൺ ഡിഫറൻസ് കൂട്ടണം. അങ്ങനെയാണ് മക്കളെ നമ്മൾ കൺസെപ്റ്റ് പറയുന്നത്, സം ഓഫ് 2 numbers got by adding and subtracting the same number from a number is twice this number. അതായത് ഒരു സംഖ്യയിൽ നിന്ന് എന്താണ്, സെയിം നമ്പർ ഒരേ സംഖ്യ കൂട്ടും കുറക്കും ചെയ്യാണ്. ഓക്കെ, അങ്ങോട്ടും സബ്സ്ട്രാക്റ്റും ചെയ്യാണ്, കൂട്ടും കുറക്കും ചെയ്തിട്ട് ആ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സമ്മ് ഈ നടുവത്തെ ടേമിൻ്റെ, അതായത് ആ സംഖ്യയുടെ ഇരട്ടിയാവുന്ന പറയാൻ പറഞ്ഞത്. അതായത് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊരു 5ാമത്തെ ടേം ഉണ്ട്, 5ാമത്തെ ടേം കൂടി സെയിം നമ്പർ കൂട്ടും സെയിം നമ്പർ കുറക്കുവാണ്. അതായത് നമ്മൾ 2 കോമൺ ഡിഫറൻസ് അങ്ങോട്ട് കൂട്ടിയില്ലേ, 2 കോമൺ ഡിഫറൻസ് ഇങ്ങോട്ട് കുറച്ചില്ലേ, അങ്ങനെ കിട്ടുന്ന ആ 2 ടേംസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ 2 കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ 7th ടേം, 2 കോമൺ ഡിഫറൻസ് കുറച്ചപ്പോൾ 3rd ടേം. അങ്ങനെ കിട്ടുന്ന ടേംസിൻ്റെ സമ്മ് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് 5ാമത്തെ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് മക്കളെ എന്താ അവർ പറഞ്ഞത്, x3 + x7 പറഞ്ഞാൽ 2 × x5 എന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. നോക്ക് മക്കളെ, ഇതല്ലേ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. നമ്മുടെ കൺസെപ്റ്റ് എന്താണ്, ഒരു ടേം തന്നിട്ട് ഈക്വൽ ഡിസ്റ്റൻസിലെ ടേം കൂട്ടാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി മക്കളെ, ആ ടേമിൻ്റെ ഡബിൾ എടുത്താൽ മതി. ഒരു പദം തന്നിട്ട് അതിൻ്റെ തുല്യ അകലത്തിലുള്ള പദങ്ങൾ തമ്മിൽ കൂട്ടാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ആ പദത്തിൻ്റെ നേരെ ഇരട്ടി എടുത്താൽ മതി. അത് നമ്മൾ ഈ കൺസെപ്റ്റും പറയുന്നത്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ മക്കളെ,
ട്രൂ അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയണം. അതിന് ടെക്സ്റ്റ് ബുക്കിലത്തെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. എല്ലാ കൺസെപ്റ്റും എല്ലാതും അറിഞ്ഞാൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ഒരു മാർക്കുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കുറേ നോളജും കാര്യങ്ങളുമാണ്. ടെക്സ്റ്റ് ബുക്കിലത്തെ നോളജും എന്താണ് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ അറിയണം. അങ്ങനെ മക്കളെ അതും ട്രൂ അല്ലേ? അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. ഈ രണ്ട് പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇനി നമുക്ക് എന്താ ഓപ്ഷൻസ് തന്നിക്കണം നോക്കാം. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എ ഈസ് ട്രൂ ബി ഈസ് ഫാൾസ്. എ ശരിയാണ് ബി തെറ്റാണെന്ന് പറഞ്ഞു. ഇത് കറക്റ്റാണോ? അല്ല. അടുത്തത് എ ഈസ് ഫാൾസ് ബി ഈസ് ട്രൂ. എ തെറ്റാണ് ബി ശരിയാണ്. ആണോ മക്കളെ? അല്ല, രണ്ടും ശരിയാണ്. അടുത്തത് മക്കളെ ബോത്ത് ആർ ട്രൂ. രണ്ടും ശരിയാണ്. ഓക്കെ. ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. അല്ലേ മക്കളെ? രണ്ടും ശരിയാണ്. ഫസ്റ്റത്തെ രണ്ടാമത്തെ ശരിയാണ് നമ്മൾ പറഞ്ഞു. ബി അല്ലേ എൻ്റെ റീസൺ. ഇതല്ലേ ഈ കൺസെപ്റ്റ് എന്താണെന്നല്ലേ ഇവിടെ പറയുന്നത്. എ ക്വസ്റ്റ്യൻ്റെ എ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ അല്ലേ നമ്മൾ ബിയിൽ പറയുന്നത്. ഇതെങ്ങനെ വന്നത് എന്ന്. അപ്പോൾ എന്താ പറഞ്ഞത് മക്കളെ? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. ഇതായിരിക്കും എന്ത് മക്കളെ? കറക്റ്റ് ഓപ്ഷൻ. അടുത്ത എന്താ ലാസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യുന്നു? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് റീസൺ ഫോർ എ. രണ്ടും ശരിയാണ്, പക്ഷേ ബി എൻ്റെ കാരണമല്ല എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണ് മക്കളെ? അല്ല, ബി എൻ്റെ കാരണമാണ്, ബി റീസൺ ആണ്. എൻ്റെ റീസൺ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ റീസൺ ആണ് ബിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാ കറക്റ്റ് മക്കളെ? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. അപ്പം നിങ്ങൾ എന്ത് എഴുതി വെച്ചാൽ മതി? ആൻസർ എന്ന് പറഞ്ഞിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷനിലെ 3 എന്ന് എഴുതുക. അതേപോലെ എന്താ തന്നിക്കണേ? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ എന്ന് എഴുതി വെച്ചാൽ മതി. ഇതൊന്നും നിങ്ങൾക്ക് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ വന്നത് പറയാനാണ്. അപ്പോൾ ഒരു കൺസെപ്റ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. അതിന് നമുക്ക് നല്ല ടെക്സ്റ്റ് ബുക്ക് നോളജ് വേണം. ടെക്സ്റ്റ് ബുക്ക് എന്താണ്, അതിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുക. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങളോട് പറഞ്ഞ് കൂടുതൽ ടൈം എടുക്കരുത്. പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി അതിനെ ആൻസർ ചെയ്യാൻ കഴിയണം. അപ്പോൾ കൂടുതൽ ടൈം ഒന്നും എടുക്കാതെ നമുക്ക് ചെയ്യണം. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. അപ്പോൾ മക്കളെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. അതിന് നമുക്ക് ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഈ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. എ ഓർ ബി വരുന്നത് മാത്രമല്ല നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റുക. ഫസ്റ്റത്തിന് നമുക്ക് എ ഓർ ബി ഉണ്ടായിരുന്നോ? ഇല്ല. സെക്കൻഡിന് എ ഓർ ബി ഉണ്ടായിരുന്നോ? ഇല്ല. അതെന്തായാലും ആൻസർ ചെയ്യണം. എ ഓർ ബി നിങ്ങൾ കാണാത്തത് എല്ലാതും നിങ്ങൾ എന്തായാലും മസ്റ്റായി ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസിൽ എ ഓർ ബി വരികയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതിന് ഞങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ദ ഫോർത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 80 ആൻഡ് സെവൻത്ത് ടേം ഈസ് 60. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എ ഓർ ബി എന്നുണ്ട്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും എന്ന് എഴുതിയിട്ട് ഒരു ക്യാപിറ്റൽ ലെറ്റർ എ ഉണ്ടാവും, ഓർ ബി എന്നുണ്ടാവും. അപ്പോൾ എ ഓർ ബി വരുന്നത് മാത്രം നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. രണ്ടും നിങ്ങൾ എഴുതി വെക്കരുത് മക്കളെ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, എ അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് തേർഡ് ക്വസ്റ്റ്യൻ എന്തുണ്ട്? ഓപ്ഷൻ ഉണ്ട്, എ ഓർ ബി പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് അറിയുന്നത് അതെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് മക്കളെ ഫസ്റ്റ് നോക്കാം. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിച്ചു. നമ്മളോട് പറഞ്ഞ എന്താ മക്കളെ? ഫോർത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 80. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 4ാമത്തെ പദം എത്ര മക്കളെ? 80 തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് വേറെ എന്താ നിൽക്കണേ? 7th ടേം 7ാം പദം എത്ര മക്കളെ? 60 തന്നിട്ടുണ്ട്. ഓക്കെ. 7ാം പദം 60. ഇനി എന്താ ആദ്യം ചോദിച്ച മക്കളെ നമ്മളോട്? ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ 10th ടേം? 10ാം പദം എത്രയാണ് ചോദിച്ചത്. അപ്പോൾ മക്കളെ നമുക്ക് അറിയാത്ത ഓപ്ഷൻ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എ അറിയെങ്കിൽ എഴുതാം, ബി അറിയെങ്കിൽ ബി എഴുതാം, കുഴപ്പമില്ല. അങ്ങനെയാണ് മക്കളെ നമ്മളോട് പറഞ്ഞത് 4ാം പദം 80ഉം 7ാം പദം 60. അപ്പോൾ മക്കളെ ഇത് നോക്കണം. 4ാം പദം പറഞ്ഞ 80, 7ാം പദം വരുമ്പോൾ 60. ഇത് കുറഞ്ഞു വരികയല്ലേ? ഈ സീക്വൻസ് ചെറുതായി വരികയല്ലേ? 4 80. അപ്പോൾ അടുത്തത് അങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വരികയല്ലേ? കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കോമൺ ഡിഫറൻസ് അവിടെ മൈനസ് ആവുക, നെഗറ്റീവ് ആക്കാരം മൈനസ് ആവുമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കവിടെ 10ാം പദം കണ്ടുപിടിക്കണം അല്ലേ മക്കളെ? 10ാം പദം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ അറിയണം? അവിടെ പൊതുവ്യത്യാസം അറിയണ്ടേ? അപ്പോൾ എങ്ങനെ മക്കളെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? എന്താ പൊതുവ്യത്യാസം കാണാൻ ഇക്വേഷൻ? ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അങ്ങനെ മക്കളെ 7ാം പദം എത്ര? 60 അല്ലേ? 60 മൈനസ് 80 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4 എന്ന് വരും അല്ലേ മക്കളെ? 7ാം പദം 60 മൈനസ് 4ാം പദം 80 ഡിവൈഡ് ബൈ 7 മൈനസ് 4. അങ്ങനെയാണ് 60 മൈനസ് 20 എത്ര മക്കളെ? മൈനസ് 20 വരും കേട്ടോ മക്കളെ. 80 മൈനസ് 60 അറിഞ്ഞ 20, 60 മൈനസ് 80 അറിഞ്ഞാൽ വ്യത്യസ്ത ഇന്നാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ഇന്നിട്ട് കൊടുക്കും. അപ്പോൾ മൈനസ് 20 ഡിവൈഡ് ബൈ 7 മൈനസ് 4 അറിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. അതായത് മൈനസ് 20/3 എന്നാണ് എന്ത് കിട്ടുക നമുക്ക്? പൊതുവ്യത്യാസം കിട്ടുക. ഓക്കെ. അപ്പോൾ പൊതുവ്യത്യാസം എന്തിലാവാം? ഫ്രാക്ഷൻസ് ആവാം, ഏതും ആവാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും ഫ്രാക്ഷനും ഒക്കെ ആവാം. ഓക്കെ. അങ്ങനെയാണ് മക്കളെ. ഇത് നിങ്ങൾ പോയിന്റിൽ എഴുതണ്ട, ഇവിടെ വെച്ചാൽ മതി. ഫ്രാക്ഷൻ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ബാക്കി ചെയ്യാം. ഒരിക്കലും പോയിന്റിൽ എഴുതി നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ മക്കളെ. അങ്ങനെയാണ് നമുക്ക് 10ാമത്തെ പദം കാണാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ മക്കളെ എങ്ങനെയാണ് നമ്മൾ 10ാമത്തെ ടേം കണ്ടുപിടിക്കുക? 1ാമത് കണ്ടുപിടിച്ചേണ്ട ആവശ്യമുണ്ട്. 1ാമത് കൂടി 9 പൊതു വ്യത്യാസം കൂട്ടുക. ഫസ്റ്റ് ടേം കൂടി 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിൽ 7th ടേം ഉണ്ട്.
ഏഴാം പദം ഉണ്ടെങ്കിൽ കൂടി എത്ര പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി മക്കളെ? എ കൂടി 10 ഇട്ടാൻ എത്ര ആവാൻ നോക്കുക? എ കൂടി 10 ഇട്ടാൽ 3 അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10ാമത്തെ ടേം കാണാൻ 7th ടേം കൂടി 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ഏഴാം പദത്തിൻ്റെ കൂടെ 3 പൊതു വ്യത്യാസം കൂട്ടുക. അങ്ങനെ മക്കളെ എത്ര 7th ടേം? 7th ടേം നമുക്കറിയാം 60 ആണ്. പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര മക്കളെ? പൊതു വ്യത്യാസം എത്രയാണ്? -20/3 അല്ലേ? 3 ഇൻറ്റു -20/3 വരും. ഈ ഇൻറ്റു 3 താഴെ 3 കട്ട് ചെയ്തൂടെ നമുക്ക്? ഇവിടെ ഒരു 3 ഉണ്ട്, താഴെ 3 ഉണ്ട്, രണ്ടും കട്ടായി പോകും. ബാക്കി എന്തായാലും മക്കളെ ഇവിടെ 60 പ്ലസ് -20 ഉണ്ട് ഈസ് ഈക്വൽ ടു 60. പ്ലസ് മൈനസ് ഒപ്പം വന്ന് എന്താവും മക്കളെ? മൈനസ് ആവും. അപ്പോൾ 60 - 20 നമുക്ക് എത്ര കിട്ടുമടാ? 40 ആൻസർ കിട്ടും. അതായത് 10ാം പദം എത്ര കിട്ടി മക്കളെ? 40 കിട്ടി. അപ്പോൾ ഫ്രാക്ഷൻ കാണുമ്പോൾ എന്ത് ചെയ്യരുത് മക്കളെ? നിങ്ങൾ ടെൻഷൻ ആവരുത്. നിങ്ങൾ ഫ്രാക്ഷൻ കാണുമ്പോൾ സാറേ ഞങ്ങൾ എന്താ കാട്ടുക അങ്ങനെയൊന്നും കരുതിയിരിക്കരുത്. നേരെ ആൻസർ ചെയ്യാൻ നോക്കുക. നമുക്ക് കറക്റ്റ് ആൻസർ എന്തായാലും കിട്ടും. ഫ്രാക്ഷൻ വന്നാലും ഇതേപോലെ ചെയ്യേണ്ട മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്താ കാണണ്ടേ? ബി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ആദ്യ പദം എത്രയാണ്? അപ്പം എങ്ങനെ മക്കളെ ആദ്യ പദം കാണാം? നമ്മളതിൽ ഏതൊക്കെ പദങ്ങളുണ്ട്? 7ാം പദമുണ്ട്, 4ാം പദമുണ്ട്. ഏതും നമുക്ക് എടുക്കാം. നമുക്ക് സുഖം ഏതെടുക്കാനാണ്? 4ാം പദം എടുക്കാനാണ്. അങ്ങനെയാണ് 4ാം പദത്തിൽ നിന്ന് എത്ര പൊതു വ്യത്യാസം കുറച്ചാലോ നമുക്ക് 1ാം പദം കിട്ടുക? 4ന് എത്ര കുറച്ചാലോ 1 ഇട്ട് നോക്കുക? 3 അല്ലേ? അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് കൊടുക്കണം മക്കളെ? 3D കൊടുക്കണം. അതായത് 4th ടേമിൽ നിന്ന് 3 കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുക? ഫസ്റ്റ് ടേം കിട്ടുക. അങ്ങനെയാണ് മക്കളെ 4ാം പദം എത്ര? 4th ടേം എത്ര? നമുക്കറിയാം 80 ആണ്. -3 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര മക്കളെ? -20/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കട്ടായി പോകില്ല മക്കളെ? 2 3 കട്ടായി പോയി. ബാക്കി എന്തല്ലത്? 80 മൈനസ് എന്താണ്? -20 ഇസ് ഈക്വൽ ടു മൈനസ് ഒപ്പം വന്നാൽ മക്കളെ എന്താവുക? പ്ലസ് ആയി മാറും. അപ്പോൾ 80 + 20 ആണ്. നമുക്ക് എത്ര കിട്ടൂടാ? 100 ആൻസർ കിട്ടും. 100 ആൻസർ കിട്ടും. സെറ്റാണോടെ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ വന്നാലും ഏത് വന്നാലും നമ്മൾ ആൻസർ ചെയ്യാൻ കാരണം ഒരിക്കലും അവിടെ സ്റ്റെക്കായി നിൽക്കരുത്. നേരെ ആൻസർ ചെയ്യുക. നമുക്ക് എന്തായാലും ആൻസർ കിട്ടും. സെറ്റാണ്. അങ്ങനെയാണ് മക്കളെ ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് മക്കളെ, അതായത് ഇതിൻ്റെ 3ൽ ബിയും 3ൽ ബി 3 മാർക്സ് തന്നെയാണ്. അതേപോലെ 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 4 മാർക്സ് ആണ്. അതേപോലെ 5ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 5 മാർക്സ് ആട്ടോ മക്കളെ. അപ്പം ഇങ്ങനെയാണ് ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്നത്. 3ൽ ബി എന്താണ്? എ ഓർ ബി പറഞ്ഞാൽ രണ്ടും സെയിം മാർക്ക് ആക്കാരം. 4ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്സും 5ാമത്തെ ക്വസ്റ്റ്യൻ എത്ര മക്കളെ? 5 മാർക്സ് വരുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കട്ടോ. അങ്ങനെയാണ് എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളോട് ഇൻ അരിതമെറ്റിക് സീക്വൻസ് 8, 15, 22 എക്സെട്ര. അതായത് 8, 15, 22 പറഞ്ഞ സമാന്തര ശ്രേണിയിൽ ക്യാൻ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ബി 56. അതായത് മക്കളെ നമ്മളോട് ചോദിച്ചത് ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 56. അപ്പോൾ നോക്ക് മക്കളെ, ക്യാൻ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് 56. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ടേംസ് പദങ്ങൾ തമ്മിൽ വ്യത്യാസം 56 എന്ന് ചോദിച്ചാൽ അപ്പോൾ എത്തുള്ളൂ മക്കളെ. ആദ്യം നമ്മൾ പൊതു വ്യത്യാസം കണ്ടുപിടിക്കുക. പൊതു വ്യത്യാസം എത്ര മക്കളെ വരിക? 15 - 8 പറഞ്ഞാൽ 7 കിട്ടും. എത്ര കിട്ടും പൊതു വ്യത്യാസം? 7 കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്യാൻ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് 56. അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ തരികയാണ്. അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 56 ആവുമെന്ന് ചോദിച്ചാൽ ഇത്രയുള്ളൂ മക്കളെ. തന്ന പദത്തിനെ പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുക. പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഗുണിതാണെങ്കിൽ നമുക്ക് പറയാം വ്യത്യാസമാവും, ഗുണിത അല്ലെങ്കിൽ വ്യത്യാസമാവില്ല. അതായത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ് തന്ന നമ്പറെങ്കിൽ നമുക്ക് പറയാം എന്ത് ഡിഫറൻസ് ആവും, അല്ലെങ്കിൽ എന്താവില്ല ഡിഫറൻസ് ആവില്ല. അപ്പം മക്കളെ നിങ്ങൾ 56 നോക്ക്, 56 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 7 × 8 അല്ലേ 56. അപ്പോൾ നമുക്ക് എഴുതാം 56 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. Therefore എന്താ പറയുക 56 വിൽ ബി difference of any 2 terms of the sequence, any 2 terms of this sequence. അതായത് എങ്ങനെ മലയാളത്തിൽ പറയാം മക്കളെ, 56 7ന്റെ ഒരു ഗുണിതമാണ്. 7 × 8 അല്ലേ 56. അതുകൊണ്ട് 56 ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാവും എഴുതി വെച്ചാൽ മതി. ഇനി ഗുണിതം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഇപ്പോൾ ഒരു 60 അവിടെ തന്നിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുന്നത് എന്താ 60 7ന്റെ ഒരു ഗുണിതമല്ല. 60 is not a multiple of 7. Therefore 60 will not be difference of any 2 terms. അതുകൊണ്ട് 60 എന്താവില്ല 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാവില്ല എന്ന് എഴുതിക്കും. അപ്പോൾ തന്ന ടേം ഇങ്ങനെ ഡിഫറൻസ് ആവുക ചോദിച്ചാൽ എന്താ ചെയ്യേണ്ട മക്കളെ, ആ തന്ന ടേം തന്ന പദം എന്താണെന്ന് നോക്കുക. കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ, പൊതു വ്യത്യാസത്തിന് ഗുണിത നോക്കുക. ഗുണിതാണെങ്കിൽ വ്യത്യാസമാവും, ഗുണിത അല്ലെങ്കിൽ വ്യത്യാസമാവില്ല. മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിഫറൻസ് ആവും, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡിഫറൻസ് ആവില്ല. കേട്ടോ മക്കളെ, സെറ്റ് അല്ലേടാ. അപ്പോൾ എ ക്വസ്റ്റിന് ആൻസർ കിട്ടിയില്ലേ, ഇമ്പോർട്ടൻ്റ് ആട്ടോ മക്കളെ. അത് എന്താ ബി ക്വസ്റ്റ്യൻ ചോദിച്ചേ, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 302 ഇൻ ദ സീക്വൻസ്. അതായത് 302 പറഞ്ഞ പദത്തിന്റെ എത്രാമത്തെ സ്ഥാനമാണ്, എത്രാമത്തെ പദമാണ് എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എത്രാമത്തെ പദമാണ് ചോദിക്കുന്നത്, നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് n = xn - x1
ബൈ ഡി പ്ലസ് 1. അതായത് എത്ര പദങ്ങളുണ്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കാൻ, അപ്പോൾ അതിൻ്റെ പൊസിഷൻ സ്ഥാനം എത്ര കണ്ടുപിടിക്കാൻ, ഇതിലൊക്കെ ചോദിച്ചാൽ നമ്പർ ഓഫ് ടേംസ്, എത്രാമത്തെ ടേം ആണ്, അതേപോലെ ഫൈൻ ദ ടേം, ഫൈൻ ദ പൊസിഷൻ ഒക്കെ ചോദിച്ചാൽ കാണാൻ ഇക്വേഷൻ ആണ് xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. അതിൽ xn പറഞ്ഞ ഗിവൻ ടേം എത്ര മക്കളെ തന്നെ നമുക്ക് 302 അല്ലേ, മൈനസ് x1 അറിഞ്ഞത് മക്കളെ ഫസ്റ്റ് ടേം ആദ്യ പദമാണ്, ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എത്ര 7 ആണ്, പ്ലസ് 1 എന്ന് വരും. എത്ര മക്കളെ 302 8 കുറച്ചാൽ 200 എത്ര വരും മക്കളെ 94 അല്ലേ, 294 8 ഓക്കെ 302 വരും, ഡിവൈഡ് ബൈ 7 പ്ലസ് 1 എന്ന് വരും. എത്ര മക്കളെ 294 ബൈ 7 ഇതാ 294 ഡിവൈഡ് ബൈ 7 അല്ലേ, 29 7 എത്ര ഉണ്ടോ മക്കളെ 4 വട്ടം 4 7 28 ശിഷ്ടം 1 14 2 വട്ടം 2 × 7 14 ശിഷ്ടം 0. അപ്പോൾ മക്കളെ എത്ര വട്ടാണ് 294 ബൈ 7 പറഞ്ഞാൽ 42 എന്ന് വരും, പ്ലസ് 1 ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും മക്കളെ 43 എന്ന് കിട്ടും. അതായത് ഈ 302 പറഞ്ഞത് എത്രാമത്തെ ടേമാണ് മക്കളെ 43ാമത്തെ ടേമാണ്, അതായത് x43 ആണ് ഈസിക്കൽ ടു എത്ര വരും 302 വരും. അതായത് ഈ സമാന്തര ശ്രേണിയിലെ 43ാമത്തെ പദമാണ് എന്ത് 302 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഈ രീതിയിൽ വേണം മക്കളെ നമ്മൾ ആൻസർ ചെയ്യാൻ, സെറ്റ് അല്ലടാ. അപ്പോൾ മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താ പറഞ്ഞത്, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 40. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്ര തന്നിക്കണു 40 തന്നിട്ടുണ്ട്. വേറെ എന്താ തന്നെ, എന്റെ സം ഓഫ് ഫസ്റ്റ് 13 ടേംസ് ഈസ് 260. ആദ്യത്തെ 13 പദങ്ങളുടെ തുക എത്ര തന്നിക്കണു 260 തന്നിക്കണു. ഇനി എന്താ മക്കളെ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് തേർഡ് ടേം എത്രയെന്നാണ് ചോദിച്ചത്. എങ്ങനെ മക്കളെ നമ്മൾ 3ാം പദം കണ്ടുപിടിക്കുക, എന്താ കൺസെപ്റ്റ്, നമുക്ക് സമ്മ് തന്നത് എന്താണ് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്, നമ്മൾ പറഞ്ഞു സം ഓഫ് 1 പെയർ കണ്ടുപിടിക്കാൻ കഴിയും. ഇത് ഓഡ് നമ്പർ ഓഫ് ടേംസ് അല്ലേ, 5 ടേംസിന്റെ സം പറഞ്ഞ നമ്പർ ഓഫ് ടേംസ് ഓഡല്ലേ, 5 പറഞ്ഞ ഓഡ് നമ്പർ ഓഫ് ടേംസ്, അതേപോലെ 13 പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് അല്ലേ. ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സം നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ കഴിയാം, മിഡിൽ ടേം മധ്യപദം കണ്ടുപിടിക്കാൻ കഴിയും. 5 പദങ്ങളെ മധ്യപദം എത്രാമത്തെ പദാക്കരം മക്കളെ 5 + 1 6 6/2 പറഞ്ഞ 3ാമത്തെ പദാക്കരം മധ്യപദം. അങ്ങനെയാണെങ്കിൽ മധ്യപദം കാണാൻ ഇക്വേഷൻ എന്താ മക്കളെ തുക ബൈ പദങ്ങളുടെ എണ്ണല്ലേ, സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്, തുക ബൈ പദങ്ങളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ തുക എത്ര തന്നിരിക്കണം നമുക്ക് സം 40 തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ എത്ര ടേംസോ മക്കളെ 5 ടേംസ് ആണ്. ഈസിക്കൽ എത്ര ആൻസർ കിട്ടും നമുക്ക് 18 കിട്ടും. അതായത് തേർഡ് ടേം 3ാം പദം എത്ര കിട്ടി 8 കിട്ടി. എന്താ അപ്പം നമ്മളോട് ബി ക്വസ്റ്റ്യൻ ചോദിച്ചേ x7 അല്ലേ 7ാം പദമല്ലേ കാണാൻ പറഞ്ഞത്. അപ്പൊ ഇതും ഓഡ് നമ്പർ ഓഫ് ടേംസ് അല്ലേ, ഒറ്റ സംഖ്യയല്ലേ പദങ്ങളുടെ എണ്ണം. അങ്ങനെയാണ് അതിനും മിഡിൽ ടേം മധ്യപദം കണ്ടുപിടിച്ചൂടെ. 13 പദങ്ങളുടെ മധ്യപദം എത്രാമത്തെ പദാക്കരം മക്കളെ 13 കൂടി 1 കൂട്ടിയ 14 14/2 പറഞ്ഞ 7th ടേം ആക്കരം. അതല്ലേ നമുക്ക് കാണണ്ടേ. ഇത് കാണാൻ ഇക്വേഷൻ എന്താ മക്കളെ തുക ബൈ പദങ്ങളുടെ എണ്ണം. തുക എത്ര തന്നിട്ട് നമുക്ക് 260 ഡിവൈഡ് ബൈ എത്ര ടേംസ് മക്കളെ 13 ടേംസ് ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും 20 ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് മിഡിൽ ടേമിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ രണ്ടിന്റെ ആൻസർ കിട്ടി. സം ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ കഴിയും, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ സം ഓഫ് 1 പെയർ ഒരു ജോഡിയുടെ തുക കണ്ടുപിടിക്കാൻ. അങ്ങനെ മക്കളെ എന്താ സീ ക്വസ്റ്റ്യൻ ചോദിച്ചേ റൈറ്റ് ദ സീക്വൻസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര കാരണം മക്കളെ 20 - 8 ഡിവൈഡ് ബൈ 7 - 3. അതായത് 20 നിന്ന് 8 കുറച്ച് നമുക്ക് അറിയാം 12 12/7 - 3 പറഞ്ഞാൽ 4. ഈസിക്കൽ എത്ര കിട്ടും മക്കളെ 12 ൽ 4 3 വട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസ് എഴുതി കൂടെ നമുക്കറിയാം. തേർഡ് ടേം നമുക്ക് എത്രയെന്ന് അറിയാം 8 എന്ന് അറിയാം. കോമൺ ഡിഫറൻസ് 3 അല്ലേ. അപ്പോൾ 8 നിന്ന് 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും 5 കിട്ടും. 5 നിന്ന് 3 കുറച്ചാൽ 2 എന്ന് കിട്ടും. അപ്പോൾ എത്ര വരും മക്കളെ 2 5 8 എക്സെട്ര എന്ന് വരും. സെറ്റാണോ മക്കളെ. അങ്ങനെ 2 5 8 10 എക്സെട്ര നേരത്തെ ഏതാ വരും മക്കളെ. ആദ്യത്തെ ഒരു 5 പദങ്ങൾ ഇതാണെങ്കിൽ 8 കൂടി 3 കൂട്ടിയാൽ നമുക്കറിയാം എത്ര മക്കളെ 8 കൂടി 3 കൂട്ടിയാൽ 11. അടുത്ത എത്ര വരും 11 കൂടി 3 കൂട്ടിയാൽ 14 എക്സെട്ര. ഇത് കൂട്ടുമ്പോൾ 40 കിട്ടിയിട്ട് നോക്കും മക്കളെ. 2 5 7 7 8 15 15 11 26 14 40 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സീക്വൻസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സം ഓഫ് ഫസ്റ്റ് 8 ടേംസ് ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 240. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 8 പദങ്ങളുടെ തുക 240 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫൈൻഡ് ദ സം ഓഫ് 4th and 5th ടേംസ്. അതായത് 4ാം പദവും 5ാം പദവും കൂട്ടിയാൽ എത്രയാണ്. അപ്പോൾ മക്കളെ നമുക്ക് 8 ടേംസിൻ്റെ അല്ലേ സം അല്ലേ തന്നിക്കണേ. അതായത് ഇവിടെ പദങ്ങളുടെ എണ്ണം എത്രയാണ് ഇരട്ട സംഖ്യയല്ലേ. ടേംസ് എത്രയാണ് സം എത്ര നമ്പർ ഓഫ് ടേംസ് എത്രയാണ് മക്കളെ 8 ടേംസ് ആണ്. അതായത് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയുക സം ഓഫ് 1 പെയർ അല്ലേ. ഒരു ജോഡിയുടെ തുകയല്ലേ കണ്ടുപിടിക്കാൻ പറ്റുക. ആദ്യം മക്കളെ എ ക്വസ്റ്റിനും ബി ക്വസ്റ്റിനും ഒക്കെ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ സം ഓഫ് 1 പെയർ കണ്ടുപിടിക്കണം. ഏതാകരം മക്കളെ ഫസ്റ്റ് പെയർ ആദ്യത്തെ ജോഡി ഏതാകരം നമുക്കറിയാം
ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും ആയിരിക്കും എപ്പോഴും ഫസ്റ്റ് ജോഡി മക്കളെ. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം മക്കളെ. 8 ടേംസ് ആണെങ്കിൽ ഫസ്റ്റ് ടേമും 8 ടേം ആക്കണം ഫസ്റ്റ് പെയർ. എന്താ മക്കളെ? സം ഓഫ് വൺ പെയർ ഒരു ജോഡിയുടെ തുക ആണ് ഇക്വേഷൻ. തുക ബൈ ജോഡികളുടെ എണ്ണം സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർസ് എന്ന് വരും. അതായത് സം ഇവിടെ എത്ര മക്കളെ? 240 ഡിവൈഡ് ബൈ 8 ആണ് കൊടുക്കുക. അല്ല, നമ്പർ ഓഫ് പെയർസ് ആണ്. 8 ടേംസിന് എത്ര പെയർസ് ഉണ്ടാവും? അവിടെ 4 പെയർസ് ഉണ്ടാവും. അപ്പൊ 240 ബൈ 4 പറഞ്ഞാൽ 24 4 6 വട്ടം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും മക്കളെ? 60 ആൻസർ കിട്ടും. സെറ്റ് ആണോടാ? അപ്പൊ ആദ്യം നമ്മൾ സം ഓഫ് വൺ പെയർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ ഇതിന്റെ കണ്ടീഷൻ എന്താ ഇതിലുള്ളത്? ഇതിൽ എത്ര പെയർസ് ഉണ്ടാവും മക്കളെ? 4 പെയർസ് ഉണ്ടാവില്ല ഈ സീക്വൻസിൽ. 8 ടേംസ് ആണ് 4 പെയർസ്. ഈ 4 പെയർസിന്റെ സമ്മ് എന്താക്കാരം? ഈക്വൽ ആയിരിക്കും. ഈ 4 ജോഡിയുടെയും തുക എന്താക്കാരം? ഈക്വൽ ആയിരിക്കും. ഇനി ഇതൊരു ജോഡിയാണോ അറിയാൻ എന്താ ചെയ്യാം? ഇവിടെ 1 8 കൂട്ടി 9 ആണ്. അപ്പൊ 9 പൊസിഷന്റെ സമ്മ് സ്ഥാനങ്ങളെ തുക വരുന്ന എല്ലാ ടേംസും ഇത് എന്താക്കാരം? പെയർസ് ആക്കണം. ഇത്രയുള്ളൂ നമ്മളെ ഈവൻ നമ്പർ ഓഫ് ടേംസ്. എന്താണ്? തുക പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ സമ്മ്, നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കുള്ള കണ്ടീഷൻസ്. ഇനി നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ മക്കളെ, 4ാം പദവും 5ാം പദവും കൂട്ടി എത്രയെന്ന് ചോദിച്ചത്. അപ്പൊ മക്കളെ നോക്കാം, നമ്മൾ എന്താ നോക്കേണ്ടത്? ഇതൊരു പെയറാണോ, ഇതൊരു ജോഡിയാണോ എന്നല്ലേ നോക്കേണ്ടത്. അതിന് 1 8 കൂട്ടുമ്പോൾ 9 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 5 കിട്ടുമ്പോൾ 9 അല്ലേ? ഇതിന്റെ സമ്മ് എത്രയാക്കണം മക്കളെ? 60 ആയിരിക്കും. ഇതാണ് നമ്മളെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എന്താ ബി ക്വസ്റ്റ്യൻ ചോദിച്ച മക്കളെ? 3ാമത്തെ ടേം 15 ആണെങ്കിൽ 6ാമത്തെ ടേം എത്രയെന്നാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ 3ാമത്തെ ടേമും 6ാമത്തെ ടേമും 3ാം പദവും 6ാം പദവും കൂട്ടി എത്ര മക്കളെ? ഈ 3ഉം 6ഉം കൂട്ടുമ്പോൾ 9 അല്ലേ? അതിൻ്റെ അടുത്ത് ഇതിൻ്റെ സമ്മ് എത്രയാക്കരം? 60 എന്നാണ്. കാരണം ഇതൊരു ജോഡിയാണ്, ഇതൊരു പെയറാണ്. എല്ലാ പെയർസിന്റെ സമ്മ് ഈക്വൽ ആക്കരം. അങ്ങനെയാണെങ്കിൽ 3ാമത് നമുക്ക് എത്ര തന്നിക്കണു? 15 തന്നിട്ടുണ്ട്. പ്ലസ് 6ാം പദം കൂട്ടി എത്രയാണ്? 60. അങ്ങനെയാണെങ്കിൽ 6ാം പദം പറഞ്ഞ എന്താ വരും മക്കളെ? 60 എന്ത് കുറച്ചാൽ മതി? പ്ലസ് 15 അങ്ങോട്ട് പോകുമ്പോൾ -15 എത്ര കിട്ടും മക്കളെ? 45 അല്ലേ? 45 എന്ന് കിട്ടും. അതായത് 6ാം പദം എത്ര കിട്ടി മക്കളെ? നമുക്ക് 45 കിട്ടി. ഇനി എന്താ സീക്വൻസ് ചോദിച്ചു നമ്മളോട്? ഇങ്ങനത്തെ 3 സീക്വൻസ് എഴുതാൻ. ആദ്യത്തെ 8 ടേംസിന്റെ സമ്മ് 240 വരുന്ന 3 സീക്വൻസ് എഴുതാനാണ്. അങ്ങനെയാണ് മക്കളെ നോക്ക്. 1 റൈറ്റ് 3 ആയിരുന്ന സീക്വൻസ് അല്ലേ? 2 3 4 ഇങ്ങനത്തെ എത്ര സീക്വൻസ് എഴുതണം മക്കളെ? 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. ഓക്കെ, 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. നമ്മളെ കണ്ടീഷൻ എന്താ മക്കളെ? സം ഓഫ് ഫസ്റ്റ് 8 ടേംസ്, ആദ്യത്തെ 8 ടേംസിന്റെ സമ്മ് എത്ര വരുന്ന മക്കളെ? എത്ര വരുന്നത്? 240 വരുന്ന എത്ര അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം? 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. അതിന് മക്കളെ നമുക്കറിയാം, 4ാം പദവും 5ാം പദവും കൂട്ടി എത്ര കിട്ടണം നമുക്ക്? 60 കിട്ടണ്ടേ? 4ാം പദം 5ാം പദം കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 60 കിട്ടണം എന്നറിയാം. അപ്പം നമുക്ക് 5ാം പദം കൂടി എഴുതതിൽ നമ്മളെ കണ്ടീഷൻ ഇങ്ങനത്തേതാണെങ്കിൽ എന്താണ് മക്കളെ? 4ാം പദം 5ാം പദം കൂട്ടുമ്പോൾ എത്ര കിട്ടണം നമുക്ക്? 60 കിട്ടണം. അല്ലെങ്കിൽ 1ാം പദം 8ാം പദം കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 60 കിട്ടണം. അങ്ങനെയാണ് നമുക്ക് 8 പദങ്ങൾ എഴുതാം. 1 2 3 4 5 6 7 8 6 7 8 6 7 8. ഓക്കെ, അങ്ങനെയാണ് മക്കളെ 1ാം പദം 8ാം പദം കൂട്ടുമ്പോൾ 60 കിട്ടിയാൽ മതിയില്ലേ? അങ്ങനെയാണ് മക്കളെ ഞാനിപ്പോൾ ഒരു 1ാം പദം ഞാൻ 5 എന്ന് കൊടുത്തു. അങ്ങനെയാണ് 8ാം പദം എത്രക്കാരം? 55 എന്നല്ലേ വരിക? 8ാം പദം എത്ര വരും മക്കളെ? 55 എന്ന് വരും. അങ്ങനെയാണ് ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര വരും മക്കളെ? 55 5 കുറച്ച് 50. 50 ഡിവൈഡഡ് ബൈ 8 മൈനസ് 5 1 പറഞ്ഞാൽ 7. അപ്പോൾ നമുക്ക് ഒരു ഫ്രാക്ഷനെ വരിക ബുദ്ധിമുട്ടാകട്ടെ. അപ്പോൾ നമുക്ക് അത് വേണ്ട. 5 55 നമുക്ക് കൊടുക്കണ്ട. മക്കളെ നോക്കിക്കോന്നാ, നമുക്ക് എന്താ നടുവത്തെ ഏതെങ്കിലും പദം കൊടുക്കുക. 4ാമത്തെ പദം 5ാമത്തെ ടേമും കൂട്ടി 60 ആണ്. അതായത് 4ാമത്തെ ടേമും 5ാമത്തെ ടേമും കൂട്ടി എത്ര കിട്ടണം നമുക്ക്? 60 കിട്ടണം. ഇങ്ങനെയാണെങ്കിൽ 4ാമത്തെ ടേമും 5ാമത്തെ ടേമും 60 ആക്കിയാൽ മതിയില്ലേ നമുക്ക്? 4ാമത്തെ ടേമും 4ാം പദവും 5ാം പദവും കൂട്ടുമ്പോൾ എത്ര കിട്ടിയാൽ മതി നമുക്ക്? 60 കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാനിതൊരു എന്താ പറയുക 30 കൊടുക്കുകയാണെങ്കിൽ 30 60 ആവും അല്ലേ? ഞാനിത് 20 കൊടുക്കുകയാണെങ്കിൽ ഇത് 40 വരൂലേ? ഇത് 20 ആണെങ്കിൽ 40 വരൂലേ? കാരണം എന്താ? രണ്ടും കൂട്ടുമ്പോൾ 60 കിട്ടണം. അങ്ങനെയാണെങ്കിൽ മക്കളെ 20 അല്ലേ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം. അങ്ങനെയാണ് അടുത്ത എത്ര വരും മക്കളെ? 40 + 20 പറഞ്ഞാൽ 60 60 20 80 80 20 100 എന്ന് വരും. ഓക്കെ, ബാക്ക് വരികയാണെങ്കിൽ 20 20 കുറച്ചാൽ 0, 0 നിന്ന് 20 കുറച്ചാൽ -20, -20 നിന്ന് 20 കുറച്ചാൽ -40 വരും. മക്കളെ നോക്ക്, -40 + 100 പറഞ്ഞാൽ 60 കിട്ടുന്നില്ലേ? -20 + 80 പറഞ്ഞാൽ 60 കിട്ടുന്നില്ലേ? 0 + 60 പറഞ്ഞാൽ 80 കിട്ടുന്നില്ലേ? 20 + 40 പറഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ട്? 60 കിട്ടുന്നുണ്ട്. അതായത് ഒരു ജോഡിയുടെ തുക 60 ആയാൽ മതി. ഇത്രയുള്ള നമ്മളെ കണ്ടീഷൻ. അങ്ങനെ മക്കളെ അടുത്തതിൽ എത്ര കൊടുക്കാം നമുക്ക്? അടുത്തതിൽ നമുക്കൊരു എത്ര കൊടുക്കാം മക്കളെ? എന്താ പറയുക 35 45 പറഞ്ഞാൽ എത്ര കിട്ടുമോ? 35 25 വേണ്ട, 25 30 25 35. ഓക്കെ, 25 35 കൊടുത്തൂടെ നമുക്ക് മക്കളെ? 25 35 കൂട്ടി 60 അല്ലേ?
30, 20, 50, 60. അങ്ങനെയാണ് ഇവിടെ പൊതുവ്യത്യാസം 10 അല്ലേ? അപ്പോൾ 10 കൂട്ടി പോവാ. 35 കൂടി 10 കൂട്ടിയാൽ 45, 45 കൂടി 10 കൂട്ടിയാൽ 55, 55 കൂടി 10 കൂട്ടിയാൽ 65. ബാക്ക് വരുമ്പോൾ 25 10 കുറച്ചാൽ എത്ര വരും മക്കളെ? 15. 15 10 കുറച്ചാൽ 5 വരും. 5 10 കുറച്ചാൽ എത്ര വരും മക്കളെ? -5 വരും. 5 10 കുറച്ചാൽ എത്ര വരിക? 5 - 10. വ്യത്യസ്ത ചിഹ്നമല്ലേ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന് തന്നെ കിട്ടും. 10 5 കുറച്ച് 5 -5 കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടിയാൽ നോക്ക്. ഇത് കറക്റ്റാണ് നോക്കും. -5 65 കൂട്ടുമ്പോൾ +65 60 കിട്ടും. 5 55 കൂട്ടുമ്പോൾ 60 ആണ്. 15 45 കൂട്ടുമ്പോൾ 60 ആണ്. 25 35 കൂട്ടുമ്പോൾ 60 ആണ്. ഇത്രയുള്ളൂ മക്കളെ. അങ്ങനെയാണ് നമുക്ക് ഞാൻ ഇനി ഒരു 15 കൊടുക്കുകയാണ്. ഇത് 15 ആണെങ്കിൽ അടുത്തത് എത്ര വരും മക്കളെ? അല്ലെങ്കിൽ ഒരു 10 കൊടുക്കാം. നല്ല വലുതായിക്കോട്ടെ. ഇത് 10 ആണെങ്കിൽ ഇത് എത്ര വരിക? ഇത് 50 വരൂലേ? രണ്ടും കൂട്ടും 60 കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ പൊതു വ്യത്യാസം എവിടെ മക്കളെ? കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 40 അല്ലേ? അങ്ങനെയാണെങ്കിൽ 40 കൂട്ടി പോവുക. 50 + 40 അറിഞ്ഞാൽ നമുക്കറിയാം 90. 90 + 40 അറിഞ്ഞാൽ 130 എന്ന് വരും. 130 + 40 അറിഞ്ഞാൽ 170 വരും. ബാക്ക് വരുമ്പോൾ 10 40 കുറച്ചാൽ -30 വരും. -30 40 കുറച്ചാൽ -70 വരും. -70 40 കുറച്ചാൽ -110 എന്ന് കിട്ടും മക്കളെ. -110 + 170 60 അല്ലേ? -70 + 130 60 അല്ലേ? -30 + 90 60 അല്ലേ? 10 + 50 60. ഇങ്ങനെ വേണം മക്കളെ നമ്മളോട് സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. നമ്മളെ കണ്ടീഷൻ എത്ര ഉള്ളൂ? സമ്മ് 240 പറയുകയാണെങ്കിൽ നമ്മളെ കണ്ടീഷൻ ഇതാ മക്കളെ. ഒരു ജോഡിയുടെ തുക എത്ര ആയാൽ മതി? 60 ആയാൽ മതി. അതായത് 1ാമത് 8ാം പദം കൂട്ടുമ്പോൾ 60 ആയാൽ മതി. അല്ലെങ്കിൽ 4ാമത് 5ാം പദം കൂട്ടുമ്പോൾ 60 ആയാൽ മതി. അല്ലെങ്കിൽ 3ാമത് 6ാം പദം കൂട്ടുമ്പോൾ 60 ആയാൽ മതി. ഇത്ര കിട്ടിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ചെയ്തിട്ട് മക്കളെ.